ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് പോകുന്നത് ഇഡിയെ പേടിച്ചല്ല, മറിച്ച് ആർഎസ്എസ് വലയത്തിലായതിനാലാണെന്ന് INL സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ് കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിജെപിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ മൃദു രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ സന്ദർഭത്തിലും അശോക് ഗെഹ്ലോട്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഇത് വിഷയമല്ല. മറ്റു സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഉത്തർപ്രദേശിൽ അദ്ദേഹം മത്സരിക്കുകയായിരുന്നു. നെഹ്റുവിന്റെ മണ്ഡലമാണ് ഫുൽപൂർ. അതേപോലെ ഇന്ദിരാഗാന്ധിയുടെ മണ്ഡലമാണ് റായ്ബറേലി. ഇന്ദിരാഗാന്ധി ആവർത്തിച്ച് ജയിച്ച മണ്ഡലമാണ് റായ്ബറേലി. രാജീവ് ഗാന്ധി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് അമേത്തി. ഈ മണ്ഡലങ്ങളൊക്കെ ഒഴിവാക്കി രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ 2019 ഉത്തർപ്രദേശില് BJP ക്ലീൻ സ്വീപ്പായി സമ്പൂർണ്ണ വിജയം നേടി. പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അന്ന് ചൂണ്ടിക്കാണിച്ചു രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കേണ്ടതായിരുന്നു. ഉത്തർപ്രദേശിൽ രാഷ്ട്രീയ ക്യാമ്പയിൻ അദ്ദേഹം നേതൃത്വം കൊടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം ഈ അബദ്ധം ആവർത്തിക്കില്ലെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ 2019 തനിയാവർത്തനം ആണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാവ്, ദേശീയ നേതാവായ ആനി രാജക്കെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് പോകുന്നത് ഇഡിയെ പേടിച്ചല്ല, നേതാക്കൾ RSS വലയത്തിലായതിനാലാണെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നിലപാടിൽ സംശയമുണ്ട്. കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് അല്ലെന്നും കോൺഗ്രസ് അജണ്ട തീരുമാനിക്കുന്നത് മറ്റെവിടെയോ ആണെന്നും അദ്ദേഹം ആരോപിച്ചു. RSSന്റെ വലയത്തിലാണ് കോൺഗ്രസ് എന്ന് ഏതാണ്ട് ബോധ്യമായിരിക്കാം. ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് എയർപോർട്ട് വഴി ഹജ്ജ് യാത്രയ്ക്കുള്ള അധിക തുക